ദൈവതിരുനാമത്തിൻ്റെ മഹത്വം ഉണ്ടായിരിക്കട്ടെ. യേശുക്രിസ്തു ജനക്കൂട്ടത്തിൻ്റെ മധ്യത്തിൽ അങ്ങനെ നിൽക്കുകയാണ്. അവൻ ജനത്തോട് സംസാരിക്കുന്നു, പ്രസംഗിക്കുന്നു. ആ സമയത്താണ് കുറച്ച് പേര് ഒരു പാപിനിയായ സ്ത്രീയെ പിടിച്ചുകൊണ്ട് യേശുക്രിസ്തുവിൻ്റെ അടുത്ത് വരുന്നത്. വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ടവളെന്നാണ് ആരോപണം. എന്നിട്ട് യേശുവിനോട് ചോദിച്ചു, എന്താ ഇവളെ ചെയ്യേണ്ടത്? ചതിക്കാനാണ് കൊണ്ടുവരുന്നത്. അവളെ കല്ലെറിഞ്ഞ് കൊല്ലണമെന്ന് യേശുക്രിസ്തു പറഞ്ഞാൽ വധശിക്ഷ വിധിക്കാൻ യഹൂദന്മാർക്ക് അധികാരമില്ല. യേശുക്രിസ്തു അതിന് ഉത്തരം പറയേണ്ടി വരും റോമൻ ഗവൺമെൻറ്റിനോട്. അല്ല, അവളെ വെറുതെ വിടണമെന്ന് പറഞ്ഞാലോ, അല്ലെങ്കിൽ ചെറിയ ശിക്ഷ വിധിച്ചാലോ അത് ന്യായപ്രമാണത്തിനെതിരാണ്, ന്യായപ്രമാണം ലംഘിച്ചു എന്ന് യേശുവിനെ പറ്റി പരാതി പറയാം. വലിയൊരു കെണിയുമായിട്ടാണ് അവിടെ വന്നത്. പക്ഷെ യേശുക്രിസ്തുവിൻ്റെ ശ്രദ്ധ കെണിയിലൊന്നും ആയിരുന്നില്ല, ആ സ്ത്രീയിലായിരുന്നു. യേശുക്രിസ്തു അവരോട് പറഞ്ഞു, നിങ്ങളിൽ പാപം ചെയ്യാത്തവർ ആദ്യം കല്ലെറിയട്ടെ. അവൻ ആദ്യം എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു, നിലത്ത് വിരൽ കൊണ്ട് എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ ഇത് പറഞ്ഞിട്ട് അവൻ വീണ്ടും കുനിഞ്ഞ് നിലത്ത് എഴുതി. ഒറ്റ കണ്ടീഷനെ വെച്ചോളൂ, ആദ്യം കല്ലെറിയുന്നയാൾ പാപം ചെയ്യാത്തവളായിരിക്കണം, പാപം ചെയ്യാത്തവനായിരിക്കണം. പക്ഷേ യേശുക്രിസ്തുവിനറിയാം, ആ പിടിച്ചു കൊണ്ടുവന്നിരിക്കുന്ന ആളുകളും അവിടെ നിൽക്കുന്ന ജനക്കൂട്ടത്തിൽ എറിയാൻ നിൽക്കുന്ന ആളുകളും ഒക്കെ ഈ സ്ത്രീയോടുകൂടെ പാപത്തിൽ പങ്കാളികളായവരാണ്. വല്ലാത്തൊരു സിറ്റുവേഷനാണ്. അവളുടെ അമ്മ പോലും അവളെ ന്യായീകരിക്കാൻ വരില്ല, അപ്പനാണെങ്കിൽ ന്യായീകരിക്കാൻ വരില്ല. അവളെ ജീവിതത്തിലേക്ക് കൊണ്ടുപോയ ആ സ്ത്രീ ആണെങ്കിൽ പോലും അവളെ ന്യായീകരിക്കാൻ എത്തില്ല. എല്ലാവരും കുറ്റം വിധിക്കുന്ന സമയമാണ്. അപ്പോഴാണ് യേശുക്രിസ്തു പറഞ്ഞത്, പാപം ചെയ്യാത്തവർ ആദ്യം കല്ലെറിയട്ടെ. യേശു വീണ്ടും കുനിഞ്ഞ് നിലത്ത് എഴുതിക്കൊണ്ടിരുന്നു. എന്താണ് യേശു എഴുതിക്കൊണ്ടിരുന്നത്? അത് നമ്മുടെ പിതാക്കന്മാർ അവരുടെ വ്യാഖ്യാനങ്ങൾ പറഞ്ഞു വെച്ചിട്ടുണ്ട്. യേശുവിൻ്റെ സമകാലീനരായിരുന്ന ആളുകൾ പറഞ്ഞത് പിന്നീട് തലമുറകളിലൂടെ കൈമാറി ഈ വ്യാഖ്യാതാക്കൾക്ക് കിട്ടിയിട്ടുണ്ട്. യേശുക്രിസ്തു എന്താ എഴുതിക്കൊണ്ടിരുന്നത്? ഇവളോടൊപ്പം പാപത്തിൽ പങ്കാളികളായവരുടെ പേരുകളാണ് അവർ എഴുതിക്കൊണ്ടിരുന്നത്. അവർ നോക്കി, അവരുടെ പേരുകളാണ് എഴുതുന്നത്. അവർ ഞെട്ടി, അവർ ഭയന്നു, അവരുടെ മനസാക്ഷിയിൽ കുത്തുകൊണ്ടു, കല്ലുകൾ ഉപേക്ഷിച്ചു പോയി. അതിനേക്കാളൊക്കെ പ്രധാനമായിട്ട് യേശു അവളോട് പറഞ്ഞൊരു വാക്കെന്നെ സ്പർശിച്ചിട്ടുണ്ട്, ഞാനും നിന്നെ കുറ്റം വിധിക്കുന്നില്ല. വലിയൊരു പാപം ചെയ്തവളോട്, പാതകം ചെയ്തവളോട്, കുറ്റക്കാരി ആയൊരു സ്ത്രീ നിസ്സഹായിയായി നിൽക്കുമ്പോൾ കേൾക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരേ ഒരു വാക്കിതാണ്, സാരമില്ല, പോട്ടെ, ഞാൻ കുറ്റം പറയുന്നില്ല, പോട്ടെ, സാരമില്ല. അത് തന്നെ യേശുക്രിസ്തു പറഞ്ഞു, ഞാനും നിന്നെ കുറ്റം വിധിക്കുന്നില്ല. അതാണ് സ്നേഹമെന്ന് പറയുന്നത്. സ്നേഹമെന്ന് വെച്ചാൽ എന്തും ക്ഷമിക്കാൻ കഴിയുന്നതാണ്. സ്നേഹമെന്ന് വെച്ചാൽ സ്നേഹിക്കപ്പെടുന്നവരുടെ രക്ഷയ്ക്ക് വേണ്ടി എത്രയും അധമമായ അവസ്ഥയിലേക്ക് പോലും ഇറങ്ങി വരുന്നതാണ്. സ്നേഹമെന്ന് പറഞ്ഞാൽ എന്തും നഷ്ടപ്പെടുത്തി ഏറ്റവും താഴേക്കിറങ്ങുന്നതാണ്. ഇത് ക്രിസ്തുമസിൻ്റെ സമയമാണ്. യേശുക്രിസ്തു സർവ്വതും നഷ്ടപ്പെടുത്തി താഴേക്കിറങ്ങി വന്ന ആ വലിയ പെരുന്നാളിൻ്റെ സമയം. ആ സ്ത്രീയുടെ ജീവിതത്തിൽ വരാവുന്ന അപവാദങ്ങളോ ആക്ഷേപങ്ങളോ ഒന്നും ഓർക്കാതെ യേശുക്രിസ്തു താഴേക്ക് ഇറങ്ങി വന്നു. നമ്മുടെ ക്രിസ്തുമസ് ത്യജിക്കുന്ന സ്നേഹത്തിൻ്റെതാവട്ടെ, ഇറങ്ങി വരുന്ന സ്നേഹത്തിൻ്റെതാവട്ടെ, സകലതും ക്ഷമിക്കുന്ന സ്നേഹത്തിൻ്റെതാവട്ടെ. എല്ലാവർക്കും എൻ്റെ ക്രിസ്തുമസ് ആശംസകൾ. ദൈവത്തിന് സ്തുതി, ദൈവനാമം മഹത്വപ്പെടട്ടെ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ വളരെ വളരെ വിലയുള്ളതാണ്, രേഖപ്പെടുത്തുക. ഇത് ഇഷ്ടപ്പെട്ടുവെങ്കിൽ, അർത്ഥപൂർണമാണെങ്കിൽ നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്കത് അയച്ചു കൊടുക്കുക. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ.